നമസ്കാരം. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഓർമ്മ വരുന്നൊരു കാര്യം പല ഇൻ്റർവ്യൂവിനോടും ചേർന്നുള്ള ഗ്രൂപ്പ് ഡിസ്കഷനാണ്. പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ ഒരുപക്ഷെ വളരെ ഭംഗിയായി ബിഹേവ് ചെയ്തവർക്കും അതിനെ ക്രാക്ക് ചെയ്തവർക്കും പലപ്പോഴും ഗ്രൂപ്പ് ഡിസ്കഷനിൽ ചെല്ലുമ്പോൾ ഒരു അന്താളിപ്പുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും തന്നിരിക്കുന്ന വിഷയത്തെ അതിൻ്റെ വിവിധ തലങ്ങളിൽ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർ സംശയാലുക്കളാകാറുണ്ട്. ഒരു പൊടിക്കൈ വിഷയാവതരണത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു എളുപ്പ വഴി എന്താ? താല്പര്യമുണ്ടോ കേൾക്കാൻ? ഒരു 5 thumb റൂൾ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഏതൊരു വിഷയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും അതിനെ 5 നിലകളിലേക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. 5 തരത്തിൽ നിങ്ങൾക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ വൈവിധ്യമാർന്ന തലത്തിൽ നിങ്ങൾക്ക് ആ ഡിസ്കഷനെ നയിക്കാനും ആ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിനെ നിങ്ങളുടേതായ രീതിയിൽ നാവിഗേറ്റ് ചെയ്ത് ഒരുപക്ഷെ അവിടെയുള്ള എല്ലാവരുടെയും ആദരവും അംഗീകാരവും നേടിയെടുക്കാനും കഴിയുന്ന ഈ 5 thumb റൂൾ ഫോർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ടോപ്പിക്സ് ഞാനൊന്ന് പങ്കുവെക്കാം. 5 കൈവിരലുകൾ പോലെ ഒരു വിഷയത്തെ നമുക്ക് 5 മേഖലകളിലൂടെ സമീപിക്കാൻ കഴിയും. സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തെ നമുക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലി കണക്റ്റഡ് ആയ ഒരു വിഷയമാണ് എങ്കിൽ ഒരു പക്ഷേ അതിനെപ്പറ്റി എല്ലാവരും പറയുകയോ ചിലപ്പോൾ കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് തൊട്ട് മുമ്പ് വളരെ ഭംഗിയായി, എന്നേക്കാൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചതിൽ വേറെ ഭംഗിയായി പറഞ്ഞു വെക്കുകയോ ചെയ്യുമ്പോൾ വിഷയമില്ലാതെ വിഷമിക്കുന്ന ചില കുട്ടികളെ കാണാനിട വന്നിട്ടുണ്ട്. സോ അവർക്കാണ് ഇത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പൊളിറ്റിക്കലി നമുക്ക് നമ്മളുടെ മുമ്പിലേക്ക് തരുന്ന ഒരു വിഷയത്തിൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ആ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് പറയാൻ തുടങ്ങി വെക്കാൻ, ആ ചർച്ചയെ നയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നന്ന്. പക്ഷേ അത് ധാരാളമായി ചർച്ച ചെയ്യപ്പെടുകയും ആ വിഷയം പല തരത്തിൽ പല ആളുകൾ അതിനെ വീണ്ടും 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 ആയി വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെ ബോറിംഗ് ആകാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് ഒരു ശ്രദ്ധ നിങ്ങളെ എക്സാമിൻ ചെയ്യുന്നവരുടെ ഇടയിലും ഈ ചർച്ച നയിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിലും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ വിഷയത്തെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിൻ്റെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലേക്കൊന്ന് മാറ്റിയാൽ അതാണ് അതിൻ്റെ രണ്ടാമത്തെ തലം. ഏതൊരു വിഷയത്തെയും നമുക്ക് പൊളിറ്റിക്കലായി സമീപിക്കാം എന്നതുപോലെ തന്നെ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ചും സോഷ്യൽ റെലവൻസിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ഇനിയും ആ സോഷ്യൽ ഇമ്പാക്റ്റും ചർച്ച ചെയ്യപ്പെട്ടു എന്ന് കരുതുക. കുറഞ്ഞ സമയമേ ഉള്ളൂ, 12 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റ്സ് ആണ് നമ്മൾക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷന് കിട്ടുക. അപ്പോൾ നമുക്ക് പൊളിറ്റിക്കലി തന്ന കണക്റ്റഡ് ആയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടാൻ തന്നത് എങ്കിൽ അവിടെ നമുക്ക് പറയാൻ ഒന്നും ഇല്ല എന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ അതിൻ്റെ ഒരു സോഷ്യൽ റെലവൻസ് എന്താണെന്ന്. സോഷ്യൽ റെലവൻസ് അല്ല നിങ്ങളുടെ ഒരു സ്ട്രോങ് ഹോൾഡ് എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നത് അതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിന് കൾച്ചറലി എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ ആ ഒരു വിഷയത്തിന്. സോ അതുമായി കണക്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ആ മൊത്തം ഡിസ്കഷനെ നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ. ഇനിയും ഒരു പക്ഷേ ഈ സാധ്യതകളെല്ലാം അവസാനിച്ചു എന്ന് കരുതുക. ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു ബുദ്ധിപൂർവ്വം അതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ 5 നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ കഴിയും. അതിൽ 4ാമത്തേത് എന്ന് പറയുന്നത് എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിൽ ഈ വിഷയം എങ്ങനെ അനലൈസ് ചെയ്യപ്പെടണം നിങ്ങൾക്ക് തീരുമാനിക്കാം. കൃത്യമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ ബോർഡിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ഒരു സമീപനമാണ്. ഇതുവരെയും ചർച്ച ചെയ്ത കാര്യങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു കൾച്ചറൽ ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കൾച്ചറൽ റെലവൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ആകട്ടെ, ഇതെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുക. പൊളിറ്റിക്കൽ കഴിഞ്ഞു, സോഷ്യൽ കഴിഞ്ഞു,
എക്കണോമിക്കൽ കഴിഞ്ഞു, കൾച്ചറൽ കഴിഞ്ഞു, ഇതെല്ലാം അവസാനിച്ചു. നിങ്ങളിപ്പോഴും വിഷയത്തിനായി പരുതുകയാണ് എങ്കിൽ the least one but the strong one, it is the comparison between the rural and the urban, rich and the poor, male and female, adult and children. So ആ വിഷയം ആവശ്യപ്പെടുന്ന തരത്തിൽ കൃത്യമായ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഒരു കൃത്യമായ ഒരു കമ്പാരിറ്റീവ് ലേണിംഗ്, അതിനെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് can you invite others? ഒറ്റ കാര്യം മാത്രം, ഈ 5 വൈവിധ്യങ്ങളിലേക്ക് നിങ്ങൾ നയിക്കുമ്പോൾ അവിടെ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, ഏറ്റവും പ്രിയതരമായിട്ടുള്ളത്, ആ ഭാഗം അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ കൂടി അതിലേക്ക് നയിച്ചു കൊണ്ടുവന്ന് ആ ചർച്ചയെ തുടരാനും അതിനെ സമപ്പിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ആ ഗ്രൂപ്പ് ഡിസ്കഷനിലെ വിന്നർ നിങ്ങൾ തന്നെയായിരിക്കും.